രേണു എന്ന് പറയുന്ന ഒരാളല്ല എൻ്റെ സബ്ജക്റ്റ്. അതായത് എൻ്റെ സർവീസ് ചെയ്തൊരാൾ അവരുടെ ഒരു കെയറിങ് ഇല്ലായ്മ വന്നപ്പോൾ പുള്ളിക്കാരിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ അത് പബ്ലിക്കിൽ പറഞ്ഞപ്പോൾ അത് ഞങ്ങളുടെ സർവീസിനെ ബാധിക്കും. അത് ക്ലിയർ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതെ, ഓൾറെഡി നിങ്ങൾ ചെയ്തൊരു സർവീസും വീഡിയോയും വൈറലായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, വൈറലായിരുന്നു. അപ്പോൾ ഒരു മേക്ക് ഓവർ എന്ന് പറയുമ്പോൾ രേണുസുധിക്ക് ഭയങ്കര ഒരു ചേഞ്ച്, ഭയങ്കര ഒരു മേക്ക് ഓവർ ആയിരുന്നു വന്നിരുന്നത്. അതെ. അപ്പൊ ആ വീഡിയോ വൈറലും ആയി. ഇപ്പൊ ബിഗ് ബോസ് കയറിയതിന് ശേഷം ആദ്യം പറഞ്ഞൊരു ഇതെന്ന് പറയുന്നത് എക്സ്റ്റൻഷൻ ഇളകി പോകുന്നുണ്ട്, ഇങ്ങനെ എടുത്തു പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ലാസ്റ്റ് ആയിട്ടൊന്നൊരു കാര്യം എന്ന് പറയുന്നത് അനുമോൾ ഇതുപോലെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, തലയിൽ അവിടെ പെയിന് കണ്ടു, എടുത്തു കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, ഹൈജീൻ ഇല്ല, കുളിക്കില്ല എന്നുള്ള പല കമന്റ്സുകൾ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയും രേണുസുധി റിപ്ലൈ ആയിട്ട് പറയുന്ന കാര്യം, ഞാൻ എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് കുളിക്കാൻ പറ്റാത്തത്, അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്, അതുകൊണ്ടാണ് പെയിൻ വരുന്നത്. ഇതിനൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ എന്ന രീതിക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ഒത്തിരി പേർക്ക് ഹെയർ ഇല്ലാതെ വിഷമിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർക്കൊക്കെ വളരെ യൂസ് ചെയ്യാൻ പറ്റിയ, വളരെ നമ്മുടെ സ്വന്തം ഹെയർ പോലെയൊക്കെ ഇത്രയും മാനേജ് ചെയ്യാൻ പറ്റും നല്ലൊരു എക്സ്റ്റൻഷൻ സർവീസ് നമ്മൾ കൊടുക്കുമ്പം അവരുടെയൊക്കെ മുന്നിൽ ഞങ്ങളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആകുകയാണ്. മനസ്സിലായോ? നമ്മുടെ സർവീസിനെ അത് മനഃപൂർവ്വം അല്ലായിരിക്കാം, മനഃപൂർവ്വം ഒന്നും പറഞ്ഞിട്ടില്ല, രേണു ഒന്നും മനഃപൂർവ്വം അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ അത് ഓപ്പോസിറ്റ് നെഗറ്റീവായിട്ട് ഞങ്ങൾക്ക് തിരിച്ചടിക്കുന്നുണ്ട് തീർച്ചയായിട്ടും.